65 minus 40 25 ആണോ? ആണ്. അപ്പൊ 25x ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 2000. എക്സ് എന്ന് പറയുന്നത് 2000 മൾട്ടിപ്ലൈഡ് ബൈ 100 ഡിവൈഡഡ് ബൈ 25. അപ്പൊ 25ഉം 100ഉം പോയി 4 മുകളിൽ കിട്ടും. 2000 into 4 8000 is the number. 8000 എന്ന നമ്പറിന്റെ 25 മൾട്ടിപ്ലൈഡ് ബൈ 8000 ബൈ 100 എന്ന് പറഞ്ഞാൽ 2000 ആണ് കിട്ടുക. ആണോ? ആണ്. കാരണം 25 ബൈ 100 എന്നാണല്ലോ, അത് 1/4 എന്നായില്ലേ? 25 ബൈ 100 എന്ന് പറഞ്ഞാൽ 1/4. അപ്പൊ 8000ന്റെ 1/4 ഓഫ് 8000 ഈസ് 2000. ഇതൊന്നും എഴുതാണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. 25% ഓഫ് ഏതോ ഒരു നമ്പർ 2000 ആണെന്നാ പറയുന്നത്. 25% എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെയൊന്നും ആലോചിക്കണ്ട. 25% എന്ന് പറഞ്ഞാൽ എന്താണെന്നാ ചോദിക്കുന്നത്. വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. വാട്ട് ഈസ് 25% എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഇതാണ് ഒരു പേപ്പർ, ഇതാണ് ഫുൾ പേപ്പർ. ഓക്കെ, 1/4 ആണ്. ഇത് 50% ആയി. രണ്ട് 50% കൂടിയാൽ 100%. ഇത് 50%. അപ്പൊ ഇതിനെ ഒന്നുകൂടി മടക്കി കഴിഞ്ഞാൽ 25% അല്ലേ? അപ്പൊ 1/4 ഓഫ് സം നമ്പർ ഈസ് 2000. അപ്പൊ ഏതാ നമ്പർ എന്നാണ് ചോദിക്കുന്നത്. ആണോ അല്ലയോ? എത്ര എളുപ്പം നോക്കൂ. 2000 into 4 becomes 8000. മോൾ ഇതെല്ലാം വായിക്കുമ്പോ തന്നെ ഉത്തരം എന്റെ മനസ്സിലുണ്ട്. ആ ചോദ്യം വായിക്കുമ്പോ തന്നെ ഉത്തരം എന്റെ മനസ്സിലുണ്ടാവുമ്പോഴാണ്. മാത്തമാറ്റിക്സ് നമുക്ക് കുറേ സമയമെടുത്ത് ചെയ്താൽ നമ്മൾ മാത്തമാറ്റീഷ്യൻ അല്ല. ഈ ചോദ്യമില്ലേ, ഈ മോളിപ്പോ ചെയ്ത ചോദ്യം, ഇതേ ചോദ്യമാണ് സിവിൽ സർവീസ് IASനും ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലിക്കും ഒക്കെ പോകുമ്പോൾ നമുക്ക് ചോദ്യമായിട്ട് വരിക. എന്തിനാ ഈ 8ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലെ 6ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് വലിയ എക്സാമിനേഷന് ചോദിക്കുന്നത്? ആ എക്സാമിനേഷന് ഇത് വായിച്ച് ഉത്തരം എഴുതാൻ 1 മിനിറ്റ് കിട്ടില്ല. 60 ചോദ്യം 60 മിനിറ്റ്, 1 മണിക്കൂറിൽ 60 ചോദ്യം. ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. അത് എഴുതാൻ ഉപയോഗിക്കുന്ന സമയം സ്റ്റെപ്പ് എഴുതി കട്ട് ചെയ്ത് മൈനസ് ചെയ്ത് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും, അതുകൊണ്ടാണ് അവരെന്ത് തരുന്നത്? 65 - 40 എന്ന് തരുന്നത്. അവരെന്തുകൊണ്ടാ 73 - 40 എന്നൊന്നും തരാത്തത്? കാരണം 33 ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിട്ട് കമ്പ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്ററിൽ വെച്ചാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് 1/4 എന്ന് പറയുമ്പോൾ ഒട്ടനെ നമുക്ക് ആൻസർ ചെയ്താൻ പറ്റും. എന്തുകൊണ്ടാണ് അവർ 2000 ഡിഫറൻസ് എന്ന് പകരം 1700 ആണ് ഡിഫറൻസ് എന്ന് പറഞ്ഞാലോ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത് ശരിക്കും മാത്തമാറ്റിക്സ് അല്ല ഈ ചോദ്യം. ഇത് മാത്തമാറ്റിക്സിൽ പഠിക്കുന്നുണ്ടെങ്കിലും ഈ ചോദ്യങ്ങളൊന്നും മാത്തമാറ്റിക്സ് അല്ല. എന്താണ്? ലോജിക്കൽ റീസണിങ് എന്ന് പറയാം. എന്താ പറയാ? ലോജിക്കൽ റീസണിങ്. പിന്നെ കുറച്ച് മാത്തമാറ്റിക്സ് അറിയണം. അരിത്തമാറ്റിക് എബിലിറ്റി എന്ന് പറയാം. അരിത്തമാറ്റിക് എന്ന് പറഞ്ഞാൽ അത് ചെറിയ കമ്പ്യൂട്ടേഷൻ ചെയ്യാനുള്ള അറിവുണ്ടാവും. ഓക്കെ, 1/4 ആണ് എന്ന് അറിയാനുള്ള മോള് പറഞ്ഞല്ലോ. 1/4 ആണെന്ന് എന്റെ നാദമോള് പറഞ്ഞില്ലേ? ആ പറയാനുള്ള അറിവിനെയാണ് അരിത്തമാറ്റിക് എന്ന് പറയാം. അത്രയും കുറച്ചറിവും നല്ല ചിന്താശക്തിയും ഉണ്ടായാൽ അനലിറ്റിക്കൽ റീസണിങ്, മാത്തമാറ്റിക്കൽ എബിലിറ്റി, ലോജിക്കൽ അനാലിസിസ്, ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ യു ക്യാൻ ഡു വണ്ടേഴ്സ്. അപ്പൊ ഞാനിത് കമ്പ്യൂട്ടേഷനോ കാൽക്കുലേഷനോ അല്ല പഠിപ്പിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, അതല്ല പഠിപ്പിക്കേണ്ടത്. ഇത് എങ്ങനെ നമുക്ക് മനസ്സിൽ പെട്ടെന്ന് കണക്കൂട്ടാൻ പറ്റുന്ന പറയുന്നത്. ഓക്കെ, ഗുഡ്. ഇപ്പൊ മനസ്സിലായ? ടെക്നിക്ക് മനസ്സിലായ? എഴുതാണ്ട് തന്നെ പറയാൻ പറ്റും. 65%, 40% ഓഫ് സം നമ്പർ, അത് തമ്മിലുള്ള ഡിഫറൻസ് 2000 ആണെന്ന് പറയുമ്പോൾ 65 - 40, ആ നമ്പർ എനിക്കറിയില്ല. ബൈ 100 എനിക്ക് ആവശ്യമില്ല. 100ന്റെ കാര്യം വേണ്ട. പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പെർ സെന്റ്. സെന്റ് എന്ന് പറഞ്ഞാൽ 100 എന്നാണ് അർത്ഥം. അങ്ങനെയാണ് പെർസെൻറ്റേജ് എന്നുള്ള വാക്ക് വരുന്നത്. പക്ഷെ അത് 25/100 ആണ് എന്റെ നമ്പർ എന്ന് കണ്ടുപിടിച്ചാൽ, 1/4 ആണെന്ന് കണ്ടുപിടിച്ചാൽ, 1/4 ഓഫ് സം നമ്പർ ഈസ് 2000. therefore the number become 8000. മോള് വായിക്കുമ്പോ തന്നെ ഉത്തരം എന്റെ മനസ്സിലെത്തി. അങ്ങനെ എന്റെ മോൾ ആവണ്ടേ? ആവും.
ഓക്കെ, ഇങ്ങനെ കുറച്ച് ആലോചിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത്, അല്ലാണ്ട് നിങ്ങളുടെ പ്രായത്തിലുള്ള 2 കുട്ടികൾ ക്ലാസ്സിൽ ടീച്ചർമാർ പഠിപ്പിക്കുമ്പോൾ എഴുതി ചെയ്താൽ ഈ പറഞ്ഞതുപോലെ ചിന്തിക്കില്ല. ഈ പറഞ്ഞതുപോലെ ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾ ശരിക്കും മാത്തമാറ്റീഷ്യൻ ആവുന്നത്. അല്ലെങ്കിൽ ശരിക്ക് അനാലിറ്റിക്കൽ റീസണിങ്, മാത്തമാറ്റിക്കൽ എബിലിറ്റി, ലോജിക്കൽ റീസണിങ്, ഈ സംഭവങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. യു അണ്ടർസ്റ്റുഡ്? സോ ലേൺ വെരി, ഡൂയിങ് മാത്തമാറ്റിക്സ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, അതല്ല ഇമ്പോർട്ടൻറ്റ്. മാത്തമാറ്റിക്സ് എങ്ങനെ എഴുതണം? വളരെ ഈസി ആയിട്ട്, ഇമാജിനേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ചെയ്യണം. 1/4 ഓഫ് ദിസ് ഈസ് 2000. ഇതാണ് 2000. അപ്പൊ ടോട്ടൽ എത്രയാവും? ഓപ്പൺ ഇറ്റ് അപ്പ്, ഇറ്റ് ബിക്കംസ് 8000. അങ്ങനെയാണ് 8000 കിട്ടുന്നത്. 1/4 x equal to 2000. Yeah. Okay. 1/4 x is equal to 2000, or x by 4 is 2000. Therefore x becomes, multiply ചെയ്യാം, 4 മുകളിൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 8000 കിട്ടും. ലോജിക്കൽ എന്ന് പറഞ്ഞാൽ ഇതാണ് 2000. So this becomes 4 times. So the full becomes 8000. Okay, next question. ഇങ്ങനെ ചിന്തിച്ചിട്ട് എഴുതണം, അല്ലാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ യു ക്യാൻ സോൾവ് ഇറ്റ് ഇൻ 3 minutes or 4 minutes. 4 മിനിറ്റോ 5 മിനിറ്റോ ഒക്കെ എടുക്കുമായിരിക്കും. അതാണ് സാധാരണ ക്ലാസ്സിൽ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുമ്പോൾ ഒരു ടീച്ചർമാർ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെയൊക്കെ ആയിരിക്കും. ഈ ഒരു ചോദ്യം കൊടുത്താൽ ക്ലാസ്സിൽ ടീച്ചർമാർ ഇങ്ങനെ നടക്കും, ഇവരെല്ലാം നിങ്ങൾ ആൻസർ എഴുതും, വണ്ടർഫുൾ. പക്ഷെ ഇതൊന്നും അല്ല പഠിക്കൽ. അത് ചോദ്യം കേൾക്കുമ്പോഴത്തേക്കും ഉത്തരം പറയാൻ പറ്റുന്ന എബിലിറ്റി ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ ശരിക്കും മാത്തമാറ്റിക്സ് പഠിച്ചു എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതിന് ഇമാജിനേഷൻ ആണ് വേണ്ടത്, ഈ വിഷ്വലൈസേഷൻ ആണ് വേണ്ടത്. അത് മനസ്സിൽ കാണണം, അല്ലാണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതുന്നത് ഓക്കെ ഫൈൻ, പക്ഷെ അതല്ല വേണ്ടത്. ഓക്കെ, നമ്മൾ നടക്കാൻ പഠിക്കുമ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എടുത്തിട്ട് അതിന് ശ്രദ്ധിച്ചിട്ടാണ് നടക്കുക. പക്ഷേ ഒരു പ്രായപൂർത്തിയായിട്ട് നടക്കുന്ന ഒരാൾ ഓരോ സ്റ്റെപ്പ് നോക്കിയിട്ടാണ് നടക്കുക. അങ്ങനെ നടന്നങ്ങോട്ട് പോകും, ഓട്ടോമാറ്റിക്കലി നടന്നു പോകും. അതുപോലെ 1ാം ക്ലാസ്സിലും ഈ പെർസെൻറ്റേജ് പഠിക്കുന്ന കാലത്തൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പഠിക്കേണ്ടത്. പക്ഷെ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ജീവിതത്തിൽ പഠിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നടന്നു പോകുന്ന പോലെ പറയാൻ പറ്റും. മാത്തമാറ്റിക്സ് പറയുമ്പോൾ മോള് വായിച്ച് കേൾക്കുമ്പോൾ തന്നെ ഉത്തരം എനിക്ക് വരണം. അങ്ങനെ ചെയ്താലേ ആ എബിലിറ്റിനെയാണ് ലോജിക്കൽ റീസണിങ്, അനാലിറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ എബിലിറ്റി, ഡാറ്റ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റ് ചെയ്യുന്നത്. അവരാണ് ബുദ്ധിയുള്ള കുട്ടികൾ. അപ്പൊ അടുത്ത ചോദ്യം പോയി. ഇതേപോലെ ചിന്തിക്കാനാ പഠിപ്പിക്കണം. ഞാൻ പെർസെൻറ്റേജ് ഒന്നും പഠിപ്പിക്കുന്ന ആളല്ല. ഓക്കെ, പക്ഷെ ഓരോ ചോദ്യവും വരുമ്പോൾ എനിക്ക് എത്ര ഫാസ്റ്റ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് സ്വന്തം ഒന്ന് കണക്ക് കൂട്ടി മനസ്സിലാക്കി ചെയ്തു വരുമ്പോഴത്തേക്കും യു ഫീൽ ദാറ്റ് ഇപ്പൊ എനിക്ക് പെർസെൻറ്റേജ് അറിയാം. പോട്ടെ, അടുത്ത. In a class of 40 children, only 32 turned up one day. Okay. What percent of children can we say came to class? അത് വളരെ സിമ്പിൾ അല്ലേ. ഉടനെ എഴുതേണ്ടത് 32 into 100 divided by 40. ഓക്കെ, ആ 40യുടെ ഒരു 0 പോയി, 100ന്റെ ഒരു 0 പോയി, 4ഉം 32ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 80 കിട്ടി. അണ്ടർസ്റ്റുഡ്? അപ്പൊ 80% കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താ കാരണം? 32 into 100 by 40 ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ 32 divided by 4 എന്ന് എടുത്തു കഴിഞ്ഞാൽ 8 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിൽ അപ്പം ചെയ്യാൻ പറ്റണം. 80. ഗുഡ്. അപ്പൊ ഉടനെ ആലോചിക്കേണ്ടത്, ഇപ്പൊ ഇതേ ചോദ്യം ചോദിച്ചു എന്ന് വിചാരിക്കാം, പക്ഷെ അടുത്ത വേറൊരു ചോദ്യം അതിനകത്ത് നമുക്ക് ഉണ്ടാക്കാലോ. വേണമെങ്കിൽ ആബ്സെന്റ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? 8 ആണ് ആബ്സെന്റ്. ഓക്കെ, അപ്പൊ 8 by 40 into 100. അപ്പൊ 20% ആബ്സെന്റ് ആണ്. 40യുടെ 0യും 100ന്റെ 0യും പോയി, 10ന്റെ 4ഉം 8ഉം കൂടി പോയി കഴിഞ്ഞാൽ 2 മുകളിൽ കിട്ടും. അപ്പൊ 20 അങ്ങോട്ട് കിട്ടും. അപ്പൊ 20% ആബ്സെന്റ് ആയ 80% പ്രസന്റ് ആണ്. ഇപ്പൊ തിരിച്ചും ചോദ്യം വരാം. മനസ്സിലായോ? ഇനിയിപ്പോ നാളെ ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ ഇത് കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരരുത്. ഓക്കെ, 40യുടെ 80% ആണ് 32. എന്താ കാരണം? 4 into 8 is 32. That's it.
അപ്പൊ ഏത് നമ്പറിന്റെയും അതിന്റെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പറാണ് ലാസ്റ്റ് 0 വരുന്ന ഏതിന്റെയും എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. കാരണം 0 കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോകും, അതുകൊണ്ട് എളുപ്പം ചെയ്യാൻ പറ്റും. യാ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് 600ന്റെ 60% എത്രയാണ്? എഴുതാണ്ട് പറയും. 600ന്റെ 60% 360. വണ്ടർഫുൾ, ഗുഡ് ഗേൾ. ഇത്ര ഫാസ്റ്റാ ചെയ്തോ നോക്കിപ്പോ. മോളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഉണ്ടാക്കി ചോദിക്കാം. ഈ ആൻസർ ഒക്കെ സ്വന്തം കണ്ടുപിടിച്ചിട്ട് വേണം ചോദിക്കാൻ. അത് സ്ഥിരം നമ്മൾ തമാശക്ക് ഇടയ്ക്ക് സമയം കിട്ടുമല്ലോ. സ്കൂളിൽ പോകുന്ന സമയത്തും ട്രാവൽ ചെയ്യുന്ന സമയത്തും ആരെങ്കിലും കാണുന്ന സമയത്തും വീട്ടിൽ ഉപ്പയുണ്ട്, പിന്നെ അനിയനുണ്ട്. അനിയന് പ്രായമായിട്ടില്ല അല്ലെ? പഠിപ്പിക്കാൻ പറ്റുന്ന പ്രായമായ ഇല്ല, ഉമ്മയോട് പറയാം. അങ്ങനെ പലരോട് കാണുന്നവരോടൊക്കെ കുറെ പെർസെന്റേജ് ഒരാഴ്ച പ്രാക്ടീസ് ചെയ്യാം. ഡൺ. ജീവിതത്തിൽ ഇത് ഫാസ്റ്റ് ആയിട്ട് പറയാൻ പറ്റും. അങ്ങനെ ഏത് ചാപ്റ്റർ പഠിക്കുമ്പോഴും ആ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച സംഭവങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ യു ബിക്കം എക്സ്പെർട്ട്. ദാറ്റ്സ് ഇറ്റ്. സാരിയുടെ വില 350 രൂപ, 380 റുപ്പീസ്. റിഡക്ഷൻ 15%. ആ കടക്കാരൻ എന്ത് എളുപ്പമായിട്ട് അവര് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് വയ്ക്കുക. പണ്ടൊക്കെ ഞങ്ങളുടെ കാലത്തൊന്നും കാൽക്കുലേറ്റർ ഒന്നും വേണ്ട അവർക്ക്, പടപടാതുകൊണ്ട് ചെയ്യും. ഇപ്പൊ 380 റുപ്പീസ്. ഞാൻ വെറുതെ പറഞ്ഞു പോയത് അവരുടെ നമ്പർ 350. 350 എഴുതും ഫാസ്റ്റ്. 300 പറയുമ്പോൾ അപ്പൊ എഴുതണം. മാത്തമാറ്റിക്സ് എപ്പോഴും എഴുതിയാലേ പറ്റുള്ളൂ. ഞാൻ എഴുതേണ്ട കാര്യമില്ല, കാരണം ഞാൻ എന്റെ മനസ്സിലാണ് എഴുതണം. 380 15%. എങ്ങനെ കാണും? 380ന്റെ 10% എത്രയാ? 38 ആണ്. 5% എന്ന് പറയുന്നത് 38ന്റെ പകുതിയല്ലേ? 10% 38 ആണെങ്കിൽ 5% എത്രയാ? അതിന്റെ പകുതിയാണ്. അപ്പൊ എത്രയായി? 38 ഡിവൈഡഡ് ബൈ 2 എത്രയാ? 38 ഡിവൈഡഡ് ബൈ 2 ചെയ്യാൻ എന്ത് ചെയ്യണം? 30യുടെ പകുതി 15 ആണ്, 30ന്റെ പകുതി 15, 8ന്റെ പകുതി 4, 15 4 19, 19 കിട്ടി. അപ്പൊ 38 പ്ലസ് 19 എത്രയാ? 38 പ്ലസ് 19 ചെയ്യാൻ 38 പ്ലസ് 20 ചെയ്ത് ഒന്ന് കുറച്ചാൽ മതി. 58 ഒന്ന് പോയാൽ 57 ആയി. ആ ലോജിക്കിനാണ് അറിവ് വേണ്ടത്. ഇപ്പം 19 കൂട്ടണമെങ്കിൽ ആഡ് ചെയ്യേണ്ടത് 19 ആണ്. 20 ആഡ് ചെയ്തിട്ട് ഒന്ന് കുറച്ചാൽ പോരെ. ഇപ്പൊ 38ന്റെ 20 ആഡ് ചെയ്താൽ 58 കിട്ടി. 58 ഒന്ന് പോയാൽ 57 കിട്ടി. അപ്പൊ എനിക്ക് ആൻസർ 57 കിട്ടി. മനസ്സിലായോ? എത്ര എളുപ്പം നോക്കൂ. നമ്മളിത് എഴുതേണ്ട ആവശ്യമുണ്ടോ? എക്സ് എടുത്ത് എക്സ് ഡിവൈഡഡ് ബൈ മൾട്ടിപ്ലൈഡ് ബൈ 100 എന്നൊന്നും എഴുതേണ്ട ഒരു കാര്യമില്ല. 380യുടെ 15% എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 57 എന്ന് പറയാൻ should not take more than 1 minute. Less than 1 minute you must be able to answer it. ഇങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ. ഓക്കെ. ഇപ്പൊ 12% ഓഫ് 6 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10% ഓഫ് 6 എന്ന് പറഞ്ഞാൽ 0.6. 10% ഓഫ് 6 എന്ന് പറഞ്ഞാൽ 0.6 ആണ്. ഓക്കെ. 1% എന്ന് പറഞ്ഞാൽ 0.06 ആണ്. 2.06 കൂട്ടി കഴിഞ്ഞാൽ 1.2 ആയി. ഇപ്പൊ 6 പ്ലസ് 1.2 0.72. 0.6 പ്ലസ് 1.2 0.12 7.2 കിട്ടും. അങ്ങനെ മനസ്സിൽ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പഠിക്കുക. അതാണ് വേണ്ടത്. പിന്നെ The market price of an almara is rupees 3,600. Even after giving a discount of 5%, the merchant gets a gain of 14%. What is its cost price? അയാൾക്ക് കിട്ടിയ പ്രോഫിറ്റ് എത്രയാണ്? 14% ആണ് അല്ലേ? എത്ര പെർസെന്റേജ് റിഡക്ഷൻ കൊടുത്തത്? 5%. 5% റിഡക്ഷൻ കൊടുത്ത് കിട്ടുന്ന എമൗണ്ട് ഏതോ ഒരു എമൗണ്ടിന്റെ 14% ആണ്. അതെങ്ങനെ മാത്തമാറ്റിക്സ് എങ്ങനെ എഴുതാം? ആദ്യം എഴുതാം, എന്നിട്ട് ലോജിക്ക് പിന്നെ ഉണ്ടാക്കാം. എത്രയാണ് അത്? ആക്ച്വൽ
അലമാരയുടെ കോസ്റ്റ് എത്രയാണ്? 3600ന്റെ 5% റിഡക്ഷൻ കൊടുത്താൽ 180. അതെ 180 അല്ലല്ലോ, വിൽക്കുന്ന വില എത്രയാണ്? 3600 മൈനസ് 180ക്കാണ് കൊടുക്കുന്നത്. Oh, 3600 minus 180 by അതെ, അതെത്രയാ? ആ നമ്പർ എത്രയാന്ന് പറ. അല്ല, ആ നമ്പർ 3600 മൈനസ് 180 എത്രയാ? 3420 അല്ലേ? 3600 അല്ലല്ലോ. എത്ര പൈസക്കാണ് ഇപ്പൊ നമ്മൾ പോയിട്ട് സാധനം മേടിക്കണു, ആ സാധനത്തിന് 5% റിഡക്ഷൻ കിട്ടിയാൽ 3600ന്റെ സാധനം എത്ര രൂപക്കാ എനിക്ക് കിട്ടണേ? 3420. അതെങ്ങനെ കിട്ടിയേ? 3600 മൈനസ് 200 ചെയ്യാ, 180 ആണ് കുറക്കേണ്ടത്, 200 കുറക്കുക, എന്നിട്ടൊരു 20 കൂടി ആഡ് ചെയ്യാം. ഇപ്പൊ 3420 കിട്ടി എനിക്ക്, ആണോ അല്ലേ? ആ സാധനം ആ വിലക്ക് വിൽക്കുമ്പോ അയാൾക്ക് കിട്ടുന്ന കോസ്റ്റ് ലാഭം 14% ആണ് അല്ലേ? അപ്പൊ ശരിക്കുള്ള അതിന്റെ പൈസ എത്രയാന്ന് ചോദിക്കണം. മോളെ 3420 അല്ലേ? 3420 എന്ന് പറയുന്നതിന്റെ 100 പ്ലസ് 14% കൂടി ആഡ് ചെയ്താലല്ലേ ആ നമ്പറിന്റെ ഈക്വലായിട്ട് കാണാം. അപ്പൊ നമ്മൾ 100 എത്രയെന്നല്ലേ കാണേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? 3420 മൾട്ടിപ്ലൈഡ് ബൈ 100 ഡിവൈഡഡ് ബൈ 140 എന്ന് കാണണം. 114 അങ്ങനല്ലേ ചെയ്യേണ്ടത്? 114 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഏതിനെ? 3420ന്. ആ നമ്പർ തന്നെ തന്നിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, വളരെ എളുപ്പം കിട്ടും. 30 എന്ന് കിട്ടും നമ്പർ. അപ്പൊ 30 into 100, 3000 is the cost. ഒറിജിനൽ കോസ്റ്റ് 3000 ആണ്. ഓക്കെ, ഒറിജിനൽ കോസ്റ്റ് 3000. അയാൾ ഇട്ടിരിക്കുന്ന പ്രൈസോ 3600. അതിൽ 5% കുറച്ചു കൊടുത്തു. യു ഗോട്ട് ഇറ്റ്? അപ്പൊ 600 rupees ആണ് അയാൾക്ക് 14% ആയിട്ട്. ആ ലോജിക് മോക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ സ്റ്റെപ്പ് എഴുതാൻ പറഞ്ഞത്. മനസ്സിലായോ? ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അയാളുടെ പ്രോഫിറ്റ് എത്രയെന്ന് നമുക്ക് അറിയാലോ. എത്ര പ്രോഫിറ്റ് കിട്ടും അയാൾക്ക്? 600 rupees പ്രോഫിറ്റ് കിട്ടും. ഇല്ല, 600 കിട്ടില്ലല്ലോ, അതിനകത്ത് 5% പോയില്ലേ. 420 റുപ്പീസ് കിട്ടും പ്രോഫിറ്റ്. സി 3000 റുപ്പീസ് ആണ് ആക്ച്വൽ വില, കോസ്റ്റ് ഓഫ് ദ പ്രോഡക്റ്റ്. അതിന് കോസ്റ്റ് എന്നാ പറയാ. സെല്ലിംഗ് പ്രൈസ് എന്നാ പറയാ. പ്രൈസും കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു സാധനം ഉണ്ടാക്കാൻ ചെലവഴിക്കുന്ന പൈസക്കാണ് കോസ്റ്റ് എന്ന് പറയാം. ഇറ്റ് കോസ്റ്റഡ് മീ. ചില സ്ഥലത്തൊക്കെ ഇത് കോസ്റ്റ് സെയിൽ എന്ന് കേട്ടില്ലേ? കോസ്റ്റ് സെയിൽ എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ ലാഭം ഒന്നും എടുക്കുന്നില്ല എന്ന്. കോസ്റ്റ് ഇത് കോസ്റ്റ് ആണ് മേടിച്ചെന്ന് പറഞ്ഞ അർത്ഥം ആ വിൽക്കുന്ന ആള് പൈസ ഒന്നും എടുക്കുന്നില്ല, നേരെ കോസ്റ്റാ കൊടുക്കുന്നത്. അങ്ങനെ ആരും ചെയ്യില്ല, പക്ഷെ അങ്ങനെ അഡ്വർടൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ വില എനിക്ക് 6000 റുപ്പീസ് ആണ്, 3600 ആണ് എഴുതിയിട്ടുണ്ടാവും. എന്റെ ഒരു കടക്കാരന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസിലല്ല, ആക്ച്വലി അതിന്റെ മുകളിൽ എഴുതിയ പ്രൈസ് അല്ല, എത്ര രൂപക്കാണോ കസ്റ്റമർ മേടിക്കുന്നത് അതാണ് എനിക്ക് കിട്ടുന്ന ക്യാഷ് എത്രയുണ്ട്, ആ ക്യാഷിലാണ് പ്രോഫിറ്റ്. ഹൗ മച്ച് മണി ഐ ആം ഗെറ്റിംഗ്. നിങ്ങൾ മേടിക്കുമ്പോൾ കൊടുക്കുന്ന ബൈയിങ് പ്രൈസ് ഉണ്ടല്ലോ, പ്രൈസ് എഴുതിയിട്ടുണ്ടാവും, സെല്ലിംഗ് പ്രൈസ് ഇസ് ഡിഫറെന്റ്. പ്രൈസ് 3600, സെല്ലിംഗ് പ്രൈസ് എത്രയാന്ന് ചോദിക്കും നമ്മൾ. അല്ലെങ്കിൽ നിങ്ങൾ ബൈയിങ് പ്രൈസ് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് ഈസ് ബൈയിങ് പ്രൈസ്. മോള് മേടിക്കുന്ന സമയത്ത് എത്ര പൈസ കൊടുക്കും, ഞാൻ വിൽക്കുമ്പോൾ എത്ര പൈസ കൊടുക്കും, ആ പൈസയിലാണ് എൻ്റെ പ്രോഫിറ്റ് കണക്കൂട്ടേണ്ടത് അർത്ഥം. അപ്പൊ ആദ്യം 5% കട്ട് ചെയ്ത് കളയാം,
അപ്പോൾ 3600-ന്റെ 5% അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. ഉടനെ എനിക്ക് 3420 കിട്ടി. ഞാൻ മനസ്സിൽ എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കാം. ഓക്കെ, 3600-ന്റെ 5% കട്ട് ചെയ്ത് 3420 കിട്ടി. അത് കണക്കൗട്ടാന്ന് എളുപ്പം പഠിച്ചല്ല. 5% കട്ട് ചെയ്യുന്നതിനും 10% കാണുക. എന്നിട്ട് അതിനകത്ത് 180 കിട്ടി നമുക്ക്. 360 അല്ല 180 ആണ്. 180 മൈനസ് ചെയ്യുന്നതിന് പകരം 200 മൈനസ് ചെയ്ത് 20 ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ 3420 കിട്ടി. അതിന്റെ 14% കുറച്ച് കഴിഞ്ഞാൽ അതാണ് എന്റെ പ്രൈസ്. ഓക്കെ, 14% കാണാനും എളുപ്പമാണ്. 10% കാണാം, അല്ലെങ്കിൽ 15% കണ്ടിട്ട് 1 മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അത് ഏതാ എളുപ്പം എന്ന് വെച്ചാൽ 14ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മോക്ക് അറിയണ്ടാവില്ല. അറിയോ? ഇല്ല. അപ്പൊ അത് പോരാ. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് 20 വരെ പഠിക്കും. അതുകൊണ്ട് മോൾ ആദ്യം ചെയ്യേണ്ടത് മാത്തമാറ്റിക്സ് എളുപ്പാക്കാൻ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറ്റ്ലീസ്റ്റ് 20 വരെയെങ്കിലും പഠിച്ചു വെക്കുക. ഓക്കെ, അത് എളുപ്പം പഠിക്കാൻ പറ്റും. ഒറ്റ ദിവസം ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എന്റെ മോൾ അത് പഠിക്കും. അത്ര എളുപ്പമാണ്. ഓക്കെ, അതൊന്ന് പഠിച്ചു വെക്കുക. അതൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. അപ്പൊ 14% ഓഫ് 3420 എത്ര നോക്കുക, അത് മൈനസ് ചെയ്യാം. അത് എളുപ്പമാണ്. ഒന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എളുപ്പം കിട്ടും. ഓക്കെ, അല്ല ഇത് കുറെ പ്രാക്ടീസ് ചെയ്താൽ മതിയോ? ഇങ്ങനെ കുറെ പ്രാക്ടീസ് ചെയ്യപ്പം സംഭവം മനസ്സിലായില്ലേ? അപ്പൊ കുറേ പ്രാക്ടീസ് ചെയ്യുക, കുറേ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക, കുറേ ക്വസ്റ്റ്യൻസ് എടുക്കുക. അതൊക്കെ ചെയ്ത് 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 3-4 പേരോട് പഠിപ്പിക്കുക വീട്ടില്. ഓക്കെ, പിന്നെ കടയിലൊക്കെ കാണുന്ന സമയത്ത് വെറുതെ നമ്മൾ നടന്നു പോകുമ്പോൾ കാണും, അതിലൊക്കെ മാത്തമാറ്റിക്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അയാൾക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടാവും, എത്ര പെർസെന്റേജ് കുറച്ച് കിട്ടും, നമ്മൾ എന്നും ബാർഗെയിൻ ചെയ്ത് കുറച്ചും കൂടി കിട്ടിയ അയാളുടെ പെർസെന്റേജ് എത്ര കുറയും. അയാൾക്ക് 600 രൂപയുടെ സാരിക്ക് നമ്മൾ എഴുതുമ്പോൾ 5% റിഡക്ഷൻ, 10% റിഡക്ഷൻ എഴുതി അയാൾക്ക് എത്ര കിട്ടും? 540 റുപ്പീസ് കിട്ടും. അപ്പൊ ഞാനൊരു 5% കൂടി ബാർഗെയിൻ ചെയ്ത് 15% ആയി അയാൾക്ക് എത്ര കിട്ടും? അപ്പൊ ഒറിജിനൽ കോസ്റ്റ് എത്രയായിരിക്കും? ഏകദേശം ഇങ്ങനെ നമ്മൾ ഗസ് ചെയ്ത് കണ്ടുപിടിക്കും. ഉപ്പുണ്ട് അവിടെ മോള്? പുറത്തുപോയി. ഓക്കെ, ആരാ മോളുടെ ഏറ്റവും നല്ല ഫ്രണ്ട്? അല്ല, സ്കൂളില്, ക്ലാസ്സില്? എപ്പോഴാ ഷിഫ്റ്റ് ചെയ്തത് ഇങ്ങോട്ട്? എത്ര കൊല്ലം മുമ്പാ? അപ്പൊ 7th 8th 2 വർഷമായി. അപ്പൊ അവളോട് എന്താ പറഞ്ഞില്ല ഇങ്ങനൊരു ക്ലാസ് ഉണ്ട് അതിനകത്ത് ആഡ് ചെയ്യാന്ന് ചോദിച്ചോ? അത് ചോദിക്കണം. അപ്പോഴല്ലേ നമ്മൾ നല്ല ഫ്രണ്ട് എന്ന് പറയുള്ളൂ. അതല്ലെങ്കിൽ ഇത് പഠിച്ചത് ഇങ്ങനെയൊക്കെയാണെന്ന് അവളെ പഠിപ്പിക്കുക. ഓക്കെ, അപ്പൊ എന്തുപറ്റും വെച്ചാൽ നല്ല 3-4 കമ്പനി ഉണ്ടെങ്കിൽ നമ്മളെ പഠനത്തില് 1, 2, 3 പേര് വേണം. അതേപോലെ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി ഉണ്ടെങ്കിൽ അവരുടെ കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് മോള് ചെയ്യും, ഞാൻ പറഞ്ഞു, അതിന് പകരം 2-3 കുട്ടികളും കൂടി ഉണ്ടെന്ന് വിചാരിക്കും. ആരാ ആദ്യം ചെയ്യാൻ നോക്കുമല്ലോ. റണ്ണിങ് റേസ് പഠിക്കുമ്പോൾ ഞാൻ ഓട്ടത്തിൽ ഫസ്റ്റ് ആവണമെങ്കിൽ ഒറ്റ കോടിയാ എപ്പോഴെങ്കിലും ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എന്ന് പറയാൻ പറ്റും? 4-5 പേരുണ്ടെങ്കിലല്ലേ നമുക്ക് റണ്ണിങ്ങിൽ ഒരു സുഖം ഉണ്ടാവുള്ളൂ. അതിലെല്ലാം മോശം ആൾക്കാരാണ്, ഓടാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ആദ്യം ഓടിയെത്തിയാൽ നമുക്കൊരു ത്രില്ല് ഉണ്ടാവുമോ? അപ്പൊ പഠിക്കുന്ന 4-5 കുട്ടികളെ അവരെ ആഡ് ചെയ്തിട്ട് ഓരോ സബ്ജക്ട് എടുക്കുക. ഇതേപോലെ 9ാം ക്ലാസ്സിലെ കംപ്ലീറ്റ് സിലബസ് തനിക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതൊക്കെ ഇന്റർനെറ്റിലുണ്ട്, മനസ്സിലായോ? അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലെ ഇതുവരെ പഠിച്ചിട്ടുള്ള സംഭവമായാലും 7th 8th 9th 10th 11th 12th ഈ വിഷയങ്ങള് എല്ലാം മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് ഹിസ്റ്ററി ജിയോഗ്രഫി സിവിക്സ് എല്ലാ വിഷയങ്ങളും കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാല് ഇനിയിപ്പോ അടുത്ത ഇപ്പൊ 9-ലല്ല 9, 10, 11, 12 ഈ 4 ക്ലാസ്സിലെ കുട്ടികൾ ഈ 9ാം ക്ലാസ്സിലാണ് നാദാന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ഹാപ്പിയായി. കാരണം ഞാൻ ഇപ്പം മോളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളോട് ഫോൺ ചെയ്തിട്ടില്ലേ, അയാൾ കുറേ സ്കൂൾസിന്റെ അക്കാഡമിക്സ് നോക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ പോലെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഓഫീസറെ പോലെ ഒരാളാണ്. അയാൾ പണ്ട് നോർത്ത് ഈസ്റ്റില് അരുണാചൽ പ്രദേശിലൊക്കെ കുറേ സ്കൂൾസ് നടത്തുന്ന കാലത്ത് ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ പോകും. ജനുവരി ഫെബ്രുവരി മാസം. അതിന് VKV എന്നാ പറയാ. VKV എന്താണ്?
VK. വിവേകാനന്ദ കേന്ദ്ര വിദ്യാലയാസ് എന്നാണ്. VKV ഡോക്ടർ TPS എന്ന് അടിച്ചാൽ അയാളെ കാണാം. ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ പ്രോഗ്രാം ഒക്കെ അറേഞ്ച് ചെയ്യാറ്. കണ്ണൂർക്കാരനാണ്. ഓക്കെ, ആ ക്ലാസ്സിൽ ഞാൻ 9ാം ക്ലാസ്സിലെ കുട്ടികളെയാണ് ഞാൻ സാധാരണ പഠിപ്പിക്കുക. പക്ഷെ എന്താ പഠിപ്പിക്കാറ്? 9 കഴിഞ്ഞ് 10ലേക്ക് പോകുന്നവരെയാണ് പഠിപ്പിക്കുക. 10ാം ക്ലാസ് മുതൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ 1000-ലധികം കുട്ടികളുണ്ടാവും എൻ്റെ ക്ലാസ്സിൽ. ഓക്കെ, അവർക്ക് പഠിക്കാനുള്ള ടെക്നിക്കാണ് ഞാൻ പഠിപ്പിക്കാറ്. അപ്പൊ അടുത്ത പ്രാവശ്യം നാദ ഏതെങ്കിലും ഒരു ടൈം നമുക്ക് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം. പക്ഷെ അതിന് മുമ്പ് ചെയ്യേണ്ടത് 9ാം ക്ലാസ്സിലെ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ തീരുമാനിക്കുക. ഒരു ചാപ്റ്റർ തീരുമാനിക്കുക. ഇന്ന ചാപ്റ്റർ ആണ് പഠിക്കുക. മോളുടെ ക്ലാസ്സിലെ ഏറ്റവും നല്ല താല്പര്യമുള്ള, പഠിക്കാൻ താല്പര്യമുള്ള ഒരു 4-5 പേരെ കണ്ടുപിടിച്ച് അവരോട് പറയാം നമ്മൾ എല്ലാവരും കൂടി ഈ ഒരു ചാപ്റ്റർ പഠിക്കും. എന്നിട്ട് ഡോക്ടർ TPSനോട് ചോദിച്ചിട്ട് വി വിൽ സ്റ്റാർട്ട് ഡിസ്കസിങ്. അപ്പൊ അത് കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആവും. ഓക്കെ, അങ്ങനെ ചെയ്യാം. സാർ പറയുമ്പോ ഇത്തരത്തിലുള്ള ക്ലാസ് ഉണ്ടല്ലോ ഒരുപാട് കുട്ടികൾക്ക് എടുക്കുന്നത്, നാട്ടിൽ അങ്ങനെ സാർ എടുക്കുന്നുണ്ടോ എന്തെങ്കിലും? ഞാൻ സാധാരണഗതിയിൽ മോക്ക് കുറേ കാണാം എൻ്റെ മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് കാണാം. ഇതിങ്ങനെ ജി മീറ്റിലാണ് ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ കുറേ സ്കൂൾസിൽ പോയിട്ട് ആ സ്കൂൾസിൽ ക്ലാസ്സുകൾ എടുക്കും. പണ്ട് ഗൾഫിൽ പോയ സമയത്ത് സ്ഥിരമായിട്ട് ഗൾഫിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ ക്ലാസ്സുകളൊക്കെ എടുത്തെടുത്ത് വരുന്ന സമയത്ത് അവർ പറഞ്ഞത് ഞങ്ങളുടെ മക്കൾ ഹോളിഡേയ്സിൽ വരും. അവർ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലല്ലേ നാട്ടിൽ വരിക, ഗൾഫിൽ അപ്പോഴല്ലേ ഹോളിഡേ. അപ്പോ നാദയുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കസിൻ സിസ്റ്റേഴ്സ്, കസിൻ ബ്രദേഴ്സ് ഒക്കെ ദുബായിൽ നിന്ന് വരും. മോള് പലപ്പോഴും ഹോളിഡേയ്സിൽ വരുന്ന സമയത്ത് ഇവിടെ അവരെല്ലാം സ്കൂളിൽ പോകുന്നുണ്ടാവും, മോക്ക് ബോറടിച്ച് വീട്ടിലിരിക്കുന്നുണ്ടാവും. ആണോ അല്ലയോ? അപ്പൊ എന്റെ ഗൾഫിലുള്ള കുട്ടികള് ഞാൻ എന്ത് ചെയ്തു വിചാരിച്ചാല് അവരെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ എന്റെ കൂടെ എന്റെ വീട്ടിൽ താമസിപ്പിച്ചു. അങ്ങനെ ബാച്ച് ഒന്നുമല്ല. ചില കുട്ടികൾ ഒരു ക്യാമ്പിന് 10 ദിവസത്തെ ക്യാമ്പ് ഉണ്ടാവുക. ഇപ്പൊ 10 ദിവസത്തെ ക്യാമ്പിന് നാദ വന്നു കഴിഞ്ഞാല് 10 ദിവസം കഴിഞ്ഞിട്ട് ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോൾ കരയാൻ തുടങ്ങും, എനിക്ക് പോകണ്ട, എനിക്ക് ഇവിടെ താമസിച്ചാൽ. അങ്ങനെ ആ 4 ദിവസത്തെ ഗ്യാപ്പ് വരുമ്പോൾ 2-3 ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് അടുത്ത ക്യാമ്പ് തുടങ്ങും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 30 ദിവസമൊക്കെ നാദ എന്റെ കൂടെ താമസിച്ചു എന്ന് വിചാരിക്കും. അത് കഴിഞ്ഞ് പോകുമ്പോ എങ്ങനെയാവും? ഇപ്പൊ നമ്മൾ ഒരു മണിക്കൂർ ആയിട്ടില്ലല്ലോ മോളു, നീ എന്റെ കൂടെ ആയോ? ഇപ്പൊ എന്തൊരു സ്നേഹം തോന്നില്ലേ? അതുപോലെ എന്റെ മക്കളെ പോലെ എന്റെ കൂടെ താമസിച്ചിട്ട് ഒരു മാസമൊക്കെ താമസിച്ച് എന്റെ കൂടെ താമസിച്ച് മാത്സും ഫിസിക്സും കെമിസ്ട്രിയും പറയും. പിന്നെ കുറെ പ്രോബ്ലംസ് ഉണ്ടാവില്ലേ നിങ്ങൾക്കെല്ലാം? ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ടാവും. അതൊക്കെ എൻ്റെ അടുത്ത് തുറന്നു പറയും. ഞാനുമായിട്ട് എൻ്റെ കൂടെ ജീവിക്കുന്നവർ. അത് 2013, 14, 15, 16, 17, 18 വരെ നടത്തി. 18 കഴിഞ്ഞപ്പോഴേക്കും കോവിഡ് വന്നു. 18, 19 ഞാൻ അമേരിക്കയിലായിരുന്നു ആ സമയത്തൊക്കെ. അത് കഴിഞ്ഞ് തിരിച്ച് 19 കഴിഞ്ഞ് 20 തുടങ്ങാൻ നോക്കിയപ്പോഴത്തേക്കും കോവിഡ് വന്നു. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് കുറെ പരിപാടി നടത്തി. ഇതേപോലെ കുറെ കുട്ടികളെ ഗൾഫിലുള്ള ഹോളിഡേ സമയത്ത് അതിൽ നാടകം, മോക്ഷ ഡോക്ടർ TPS എന്ന് അടിച്ചാൽ കാണാം. എൻ്റെ പേര് മോക്ഷ എന്നായിരുന്നു ആ പരിപാടിയുടെ പേര്. അത് സമ്മർ ക്യാമ്പാണ്. ആ സമ്മർ ക്യാമ്പിൽ എന്താണ്, ഇപ്പൊ ഞാൻ നാദിയോട് പറയും വീട്ടിൽ ചെയ്യുന്ന എല്ലാ പണിയും റെക്കോർഡ് ചെയ്തിട്ട് അയക്കാൻ പറയും. അങ്ങനെ ഓരോരാളും, ചില ആൾ ദോശ ഇടുന്നുണ്ടാവും, ചില ആൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും, അവരെല്ലാം എനിക്ക് അയച്ചു തരും. എന്നിട്ട് അതെല്ലാം കൂടിയിട്ടൊരു വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചോദിച്ചാല് നമുക്കൊരു നാടകം ഉണ്ടാക്കാൻ പറയും. അപ്പൊ നാദ ചിലപ്പം സൗദി അറേബ്യയിലായിരിക്കും. അവരൊന്നും ആ സമയത്ത് നാട്ടിൽ വരാനും കൂടി പറ്റിയിട്ടില്ല. അവരവരുടെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, ഒരു പരിപാടിയില്ല. എന്നിട്ട് ഒരാൾ ദുബായില്, മറ്റേ സൗദി അറേബ്യയില്, മറ്റേ കുവൈത്തില്, മറ്റേ ദോഹയില്, ചില ആൾക്കാർ നാട്ടിൽ പെട്ടുപോയിട്ടുണ്ട്. ചില ആൾ കോട്ടയത്ത്, ചില ആൾ മൈസൂര്. ഇവരെല്ലാരും കൂടി ഒരു നാടകം എഴുതി നമ്മളൊരു നാടകം ഉണ്ടാക്കിയിട്ട്, ഇപ്പം നാദ ആണ് പേഷ്യന്റ് എന്ന് വിചാരിക്കാം, ഡോക്ടർ ഇരിക്കുന്നത് ദുബായിലാണ്, പിന്നെ പേഷ്യന്റ് സംസാരിക്കുമ്പോൾ ആൻസർ പറയുന്നത് ദുബായിൽ ഇരിക്കുന്ന ആളാണ്. ഇത് റെക്കോർഡ് ചെയ്യും, അതും റെക്കോർഡ് ചെയ്യും. അതെല്ലാം കൂടി കൂട്ടി തന്നിട്ട് ഞാൻ ഒരു സിനിമാ രൂപത്തിലോ നാടക രൂപത്തിലാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വെർച്വൽ ക്യാമ്പ് കുറെ രാജ്യങ്ങളിലുള്ള പിള്ളേര് തമ്മിൽ കൂട്ടിച്ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ കുറെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി സബ്ജക്റ്റ് ഒക്കെ വരുമ്പോൾ അതിനിടയിൽ ചെയ്തിട്ടുള്ളത് മോളിപ്പം ചെയ്തതുപോലെ എൻ്റെ അടുത്ത് വളരെ റെയറായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേരളത്തിലല്ല അല്ലേ. കേരളത്തിലുള്ള കുട്ടികൾ അങ്ങനെ ചെയ്യാറില്ല. പുറത്തു പോയിട്ട് പഠിച്ച കുട്ടികൾക്ക് ആ ഒരു തോന്നലുണ്ടാവും. ഇപ്പൊ ഞാനിപ്പോ എന്റെ നാട്ടിൽ പോയിട്ട് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു ക്യാമ്പ് നടത്താൻ നോക്കി പിള്ളേരോട് ഒരു താല്പര്യമില്ല. ചെറിയ ഗ്രാമമാണ് നടുവിൽ എന്ന് പറയുന്നത്.
അവിടുത്തെ ഒരു സ്കൂളിലെ കുട്ടികളെ കൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ നോക്കി, പഠിപ്പിക്കാൻ നോക്കി. യാതൊരു ചോദ്യവും ഇല്ല, സംശയവും ഇല്ല, പഠിക്കണമെന്നുമില്ല. ഞാനിപ്പോൾ അവിടെ പോയി 10 ദിവസം താമസിച്ചാലും നാട്ടിലുള്ള ഒരു പിള്ളേരും വരില്ല. കാരണം അവർക്ക് താല്പര്യമില്ല. കാരണം അവർ ഇതൊന്നും ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരോ അല്ലെങ്കിൽ വലിയ ആഗ്രഹങ്ങളോ മോഹങ്ങളോ ഇല്ലാത്തവരാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ നല്ല ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് പഠിക്കുക. ഞാൻ വിഷയങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കാറില്ല, ഇതേപോലെ ട്രിക്കാ പഠിപ്പിക്കുക. അതിപ്പോ ഇടയ്ക്ക് ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ട്രിക്ക് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തും, മോളത് എന്റെ യൂട്യൂബ് കണ്ടിട്ട് അല്ലെങ്കിൽ ഉപ്പ പറഞ്ഞ യൂട്യൂബ് കണ്ടിട്ടല്ലേ ഇഷ്ടം തോന്നിയത്. അപ്പൊ അത് ഞാൻ റെക്കോർഡ് ചെയ്തിടും. അതിപ്പോ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നല്ലപോലെ കേട്ട് പഠിക്കേണ്ട കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അതിന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില എങ്ങനെയാണ് നമ്മൾ ഒരാളോട് സംസാരിക്കേണ്ടത്, ഒരാളെ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്, ഇതൊക്കെ പഠിക്കുന്ന ചെറിയ ചെറിയ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, ഫിസിക്സ്. മോളിപ്പോൾ പഠിക്കുമ്പോൾ 9ലും 10ലൊക്കെ എത്തുന്ന സമയത്ത് ട്രിഗണോമെട്രി എന്നൊക്കെ ഒരു സബ്ജക്ട് ഉണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. പക്ഷെ ആ പ്രശ്നം വരുമ്പോൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആ ഭാഗം മാത്രം ഞാൻ പഠിപ്പിച്ചു വിടും. അങ്ങനെ കുറെ വീഡിയോകൾ ഉണ്ടാവും. മിക്കവാറും ജിമീറ്റിലാണ് ഇതൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്നത്. അത് MSc പഠിക്കുന്ന കുട്ടികളുണ്ട്, BSc പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പൊ നേരത്തെ ജോയിൻ ചെയ്തിട്ടുള്ള നന്ദിനി എന്ന് പറയുന്ന ഒരു കുട്ടി BSc കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് സ്പേസ് സയൻസിൽ ചെയ്യുന്ന കുട്ടിയാണ് കൊച്ചിയില്. അവളും അവളുടെ ഒരു ചാപ്റ്റർ എടുത്തിട്ട് എൻ്റെ അടുത്ത് വരും. 1 മണിക്കൂർ കൊണ്ട് ഒരു ചാപ്റ്റർ പഠിപ്പിച്ചു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കൃത്യമായിട്ട് ഇപ്പൊ മാത്സ് പഠിപ്പിക്കുക, ഫിസിക്സ് പഠിപ്പിക്കുക അങ്ങനെയല്ല ക്ലാസ് ഉണ്ട്. എന്താണോ നിങ്ങളുടെ താല്പര്യം അതിനനുസരിച്ച് നമ്മൾ പഠിപ്പിക്കും. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോഴാണ് എളുപ്പം ചെയ്യാൻ പറ്റുക. ഇപ്പൊ ബയോളജിയിലെ കുറെ ടെർമിനോളജീസ് ഉണ്ട്, ആ വാക്കുകളൊന്നും നമുക്ക് ബൈഹാർട്ട് പഠിക്കാൻ പറ്റില്ല. അത് ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ പഠിപ്പിച്ചു. അതിന്റെ ട്രിക്ക് പറഞ്ഞത് നിങ്ങൾ നല്ല 3-4 പേരുടെ കമ്പനി ഉണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, ഏതെങ്കിലും ഒരു വിഷയം തീരുമാനിക്കുക, ഒരു ചാപ്റ്റർ കണ്ടുപിടിച്ച് ഇത് പഠിക്കണം തീരുമാനിക്കുക, എന്നിട്ടൊരു സമയം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വി വിൽ സിറ്റ് ലൈക്ക് ദിസ് ആൻഡ് ദെൻ ഫിനിഷ് ഇറ്റ്. അതിനിപ്പോ ഒരു 10 ദിവസം എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി അഥവാ സ്കൂളിൽ പോകുന്ന സമയത്തും ഡോണ്ട് ഗോ ഫോർ ട്യൂഷൻസ്. ഞാൻ ട്യൂഷൻ ഓപ്പോസിറ്റ് ആയി ചെയ്യുന്ന ഒരാളാണ്. ഞാനിപ്പോ ട്യൂഷൻ അല്ല എടുക്കുന്നത്. ട്യൂഷന്റെ കുഴപ്പം എന്താ വെച്ചാല് മോളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അതേപോലെയാണ് ടീച്ചർമാര് ട്യൂഷനിലും പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഞാൻ പഠിപ്പിച്ച പോലെ ട്രിക്ക് അല്ലല്ലോ പഠിപ്പിക്കുക. അവർ ഇത് ചെയ്തതുപോലെ രണ്ടാമതും ചെയ്യും, രണ്ടാമതും മൂന്നാമതും 10 പ്രാവശ്യം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പിന്നെ വലിയ കേമന്മാരാവൊന്നുമില്ല. ഒരേ സംഭവം 3 പ്രാവശ്യം കേട്ടത് കൊണ്ട്, ഒരേ സ്റ്റൈലിൽ പഠിപ്പിച്ചത് കൊണ്ട് വലിയ ഗുണം ഉണ്ടാവില്ല. നമ്പർ 1. നമ്പർ 2, ഞാൻ സാധാരണ ചോദിക്കാറുള്ളത്, ഉമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തന്നു എന്റെ മോക്ക്? അതെ. അത് കഴിഞ്ഞിട്ട് മോള് നേരെ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ ഉമ്മക്ക് സന്തോഷാവോ സങ്കടാവോ? സങ്കടാവില്ല. അപ്പൊ അതേപോലെ മോളെ ഞാൻ ആ മാത്തമാറ്റിക്സ് മോളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നു വിചാരിക്കാം. ആ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന മാഷുടെ സ്റ്റുഡന്റ് ആയ നാഥ ഉടനെ പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു മാഷെടുത്ത് പോയിട്ട് മാത്തമാറ്റിക്സ് പഠിച്ചാൽ എനിക്ക് എന്ത് തോന്നും? ആണോ അല്ലയോ? സങ്കടം വരുമോ ഇല്ലയോ? താല്പര്യം ഉണ്ടാവില്ല നിങ്ങളെ പഠിപ്പിക്കാൻ. അതുകൊണ്ട് ട്യൂഷൻ പഠിപ്പിക്കുന്ന കുട്ടികളാണ് എന്റെ മുമ്പിൽ കുറെ പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ മാഷക്ക് പഠിപ്പിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ഇനി എന്ത് ചെയ്യും? മോള് എല്ലാ ദിവസവും ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് മോളുടെ ഉമ്മക്ക് അറിഞ്ഞു എന്ന് വിചാരിക്കേ. ഉമ്മ ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അത് കഴിക്കുമ്പോൾ മോക്ക് താല്പര്യം ഉണ്ടാവോ? ഇല്ല. കാരണം എന്താ? ഇത് കഴിഞ്ഞ ഉടനെ അപ്പുറത്തും പോയിട്ട് കഴിക്കണ്ടേ. അപ്പൊ ഇവിടെ നല്ലോണം കഴിക്കുവോ? ഇല്ല, നല്ലോണം കഴിക്കില്ല. ഇനി ഇവിടുന്ന് കുറച്ച് കഴിച്ചിട്ട് അവിടെ പോയി കഴിക്കുമ്പോൾ അവിടുന്ന് നല്ലോണം കഴിക്കുവോ? അവിടെയും നല്ല വിശപ്പ് തോന്നിയാലേ നല്ലോണം കഴിക്കുള്ളൂ. അവിടെയും വിശപ്പില്ല. അതുകൊണ്ട് അതേ സംഭവം റിപ്പീറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന എന്താ, ഇപ്പം മോള് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വന്നു, ഞാനൊരു ചോക്ലേറ്റാ തരുന്നത് അല്ലെങ്കിൽ സ്വീറ്റാ തരുന്നത്, ഒരു ഐസ്ക്രീമാ തരുന്നത്. ആ മാറ്റി കൊടുക്കുമ്പോൾ അതിനൊരു ഗുണം ഉണ്ടാവും. അപ്പൊ ട്യൂഷൻ അല്ല വേണ്ടത്. ഈ ചെയ്യുന്നത് പോലെ കുറേ സംശയങ്ങൾ ചോദിച്ചിട്ട് മാഷെടുത്ത് പോയിട്ട് ഈ ചോദ്യം എങ്ങനെ ചെയ്യാം, അപ്പൊ മാഷ് 5 മിനിറ്റ് ഉണ്ടല്ലോ, 1 മിനിറ്റ് കൊണ്ട് എങ്ങനെ ചെയ്യാം, പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അങ്ങനെയാണ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ട്യൂഷൻ ഈസ് ഗുഡ്. കുറേ ക്വസ്റ്റ്യൻസ് കൊണ്ടുപോയിട്ട് അവരുടെ അടുത്ത് കുറേ ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ അടുത്തുനിന്ന് അതിന്റെ ഉത്തരം പെട്ടെന്ന് കിട്ടുന്ന തരത്തിലുള്ള ടെക്നിക്കുകൾ പഠിപ്പിക്കുന്ന ട്യൂഷൻ നല്ലതാണ്. പക്ഷെ അങ്ങനെ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല നാട്ടിൽ. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവൻ ഈ പണിക്ക് പോകില്ലല്ലോ, വേറെ എന്തെങ്കിലും പണിക്ക് പോകില്ലേ? അവനൊരു ജോലിയും കിട്ടാത്തതുകൊണ്ടല്ലേ ഈ ട്യൂഷൻ പഠിപ്പിക്കുന്ന നാട്ടിൽ. ആണോ അല്ലയോ? അല്ലെ? നല്ല ജോലി കിട്ടുന്ന ഒരാൾ നാട്ടിൽ ട്യൂഷൻ എടുത്തോണ്ടിരിക്കുവോ? പക്ഷെ ഇപ്പൊ ഡോക്ടർ TPS അങ്ങനെ അല്ലല്ലോ. സയന്റിസ്റ്റ് ആയി റിട്ടയർ ആയി
പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറെ ക്ലാസ്സുകൾ എടുക്കുന്നു, ആ ഒരു ലെവലിൽ ഇരിക്കുന്ന സമയത്ത് ഇറ്റ്സ് ഫൈൻ. ഓക്കെ, അതുകൊണ്ട് സാധാരണ ഒരു സ്കൂളിൽ പിന്നെ മാഷായി റിട്ടയർ ചെയ്തിട്ട് ചെയ്ത ഒരാൾ ചെയ്യുമ്പോഴും അയാൾ പഠിപ്പിക്കുന്ന അതേ സ്റ്റൈലിലാണ് പഠിപ്പിക്കുന്നത്, പുതിയതൊന്നും ചെയ്യുന്നില്ല. അതുപോലെ ബാങ്ക് കോച്ചിങ് കൊടുക്കുന്നവരൊക്കെ ബാങ്കിൽ ജോലി കിട്ടാത്തവരാണ്. ബാങ്കിൽ ജോലി കിട്ടിയവൻ ബാങ്ക് കോച്ചിങ് കൊടുത്ത് നടക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത്തരം കോച്ചിങ് സെന്ററൊക്കെയാണ് കേരളത്തിൽ ഏറ്റവും ആൾക്കാരെ നശിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതല്ല വേണ്ടത്. വളരെ ക്രിയേറ്റീവായിട്ട് ഡിഫറെന്റ് ആയിട്ട് കുറേ ടെക്നിക്കുകൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ, അത്തരം ടെക്നിക്കുകൾ യൂട്യൂബിൽ ഇഷ്ടം പോലെ ഉണ്ട്, അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യും.